എന്നോടും ഈ ബിഗ് ബോസ് ഹൗസിനോടും ഈ ഒരു സാധനം മുള പൊട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും കത്തിച്ച് കളഞ്ഞാൽ ഞാൻ സത്യം ചിരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അത് വളരാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. മനസ്സിലായല്ലേ? ഒരു മാങ്ങാണ്ടി അതാ വേണ്ട, ഒരു മാങ്ങാണ്ടി പറയാനൊക്കെ ഒരു മാങ്ങയുടെ അണ്ടി മറ്റേ മണ്ണിൽ വീണ് ആ അണ്ടിയിൽ നിന്നും മുള പൊട്ടി പുറത്തേക്ക് ഒരു കുഞ്ഞു നാമ്പിങ്ങനെ അപ്പൊ അതിന്റെ അടിയിൽ ഒരു ഇത് പറ്റത്തില്ല മാങ്ങാണ്ടിന്. അപ്പൊ അത്രയും വലിയ മാങ്ങാണ്ടി താഴെയുണ്ട്. അനിശേട്ടന്റെ പ്രണയം എനിക്ക് തോന്നുന്നു ആ കുഞ്ഞു നാമ്പെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മാങ്ങാണ്ടിയുടെ അത്രയുള്ള കടുപ്പമേറിയ തോട് നിർത്ത ഞാൻ കാവ്യാത്മായിട്ടുണ്ട്. അപ്പൊ അത്രയും മാങ്ങാണ്ടിയുടെ പോലുള്ള തോട് അനീഷേട്ടന്റെ മനസ്സിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. വേണ്ട, അതായത് അത് കായ്ക്കാത്ത മാവിന് നമുക്ക് ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഒരു മാവിന് തന്നെ പൂക്കാൻ പറ്റില്ല. അതത് മനസ്സിലാക്കണം. ഒരു മാവിന് ഒരു മാങ്ങാണ്ടിക്ക് ഒരു ആൺ മാങ്ങാണ്ടി വേണം. എന്നാൽ മാത്രമേ പെൺമാങ്ങാണ്ടിക്ക് പൂത്തിട്ട് മാങ്ങ തരാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കാനായിട്ട് ബോധമില്ലാത്തവരാണെങ്കിൽ പോട്ടെ. പിന്നെ പൊക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? മനസ്സിലൊരു ഒന്നും തോന്നിയിട്ടില്ല. പൊക്കും ഒന്നും തോന്നിയില്ല. കിട്ട വണ്ടി അനീഷേട്ടൻ്റെ ഒരു കുഞ്ഞിക്കാലം ഞാൻ കാണും. അത് എൻ്റെ വാക്ക്, എൻ്റെ വായിന്ന് നല്ലതൊന്നും വരില്ല, സത്യമാണ്. പക്ഷെ ഒരു 2 വർഷത്തിനുള്ളിൽ അനീഷേട്ടൻ്റെ കുഞ്ഞിക്കാല് കാണുകയും ചെയ്യും. അതിലേക്ക് ഞാനൊരു 2 കരിവെള്ളം എടുത്തിടുകയും ചെയ്യും. ഇത് എൻ്റെ വാക്ക്. യെസ്, എനിക്കറിയാം. എനിക്ക് ആരുടെയെങ്കിലും ഒരു കുഞ്ഞിക്കാല് തൊടാനായിട്ട് വല്ലാത്ത ആഗ്രഹം സാധിച്ചത് അനീഷേട്ടൻ. ഈ 3.5 കോടി ജനങ്ങളുള്ള സമയത്താണോ ഈ 7 പേരിലൊരാൾ വിട്ട് കളയണം അനീഷേട്ടൻ? പിന്നെ ഇതുകൂടി പറയാറുണ്ട് ഞാൻ കാരണം അനീഷേട്ടന്റെ ഗെയിമിനെ ബാധിക്കാറ്. ഞാനപ്പം തന്നെ ഒരു ആട്ട് കൊടുത്തു. അതിനത് പക്ഷെ ആര് തീർത്തിട്ടുണ്ടെങ്കിൽ എത്ര പേര് കൂടെ തന്നെ വരും. ഞാനിതിനെ കർശനമായിട്ട് എതിർക്കും. ഞാൻ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഞാൻ മറ്റേ വണ്ടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ പഞ്ചറാക്കി എന്നിട്ട് ഞാൻ പൊട്ടിക്കും ഞാൻ ടയർ. എന്നിട്ട് ഞാൻ പറയും പോവല്ലേ പോവല്ലേ ഇതിങ്ങനെ കാണിക്കാൻ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ പോവല്ലേ പോവല്ലേ ഞാൻ തുള്ളിച്ചാടും. ഞാൻ അല്ലെങ്കിൽ കണ്ടം പൂച്ചയായിട്ട് ഞാൻ കറുത്ത പൂച്ചയാണ് ഞാൻ ഇറക്കി വിട്ടു. ഞാൻ മറ്റേ ശകുനം കാണിക്കാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട്? ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ അനീശ്വരന്റെ കൺട്രോൾ പോയി നടത്താല്ലേ.